അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 19-ാം നൂറ്റാണ്ടിലാണ് മദ്രാസ് സംസ്ഥാനം നിലവിൽ വരുന്നത്. മദ്രാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 26ഓളം ജില്ലകൾ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന് കീഴിൽ വരുന്നുണ്ട്. മധുര പോലത്തെ, നീലഗിരി പോലത്തെ, കർണാടക പോലത്തെ ഒരുപാട് വലിയ വലിയ പ്രദേശങ്ങൾ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന് കീഴിലാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, മലബാർ എന്നുള്ള ഒരു പ്രദേശം, കേരളത്തിലെ മലബാർ എന്നുള്ള പ്രദേശം ആ മദ്രാസ് സംസ്ഥാനത്തിന് കീഴിലാണ് വരുന്നത്. അപ്പോൾ മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ വികാസങ്ങളൊക്കെ മലബാറിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് മലബാർ കലാപം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളി സമരങ്ങൾ, മാപ്പിള സമരങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് ഒട്ടനവധി സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ വീരചരിതം വഹിച്ച ഒരു നാടും കൂടിയാണ്. നമുക്കറിയാം, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പോലത്തെ, ബദറുദ്ദീൻ തങ്ങളെ പോലത്തെ, മാത്രമല്ല ടിപ്പു ഒക്കെ മലബാറിലേക്ക് വരുന്നുണ്ട്. ടിപ്പു സുൽത്താനൊക്കെ മലബാറിലേക്ക് എന്താ പറയുക, അവിടെ ഭരണത്തിന് വേണ്ടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നിപ്പോൾ മലബാറില്ല. മലബാറിന് പകരമായിട്ട് കേരളത്തിൽ മലബാർ വിഭജിച്ചിട്ട് ഏകദേശം 4-5 ജില്ലകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ജില്ലയാണ് കോഴിക്കോട് എന്നുള്ളത്. കോഴിക്കോട്, അതേപോലെ തന്നെ കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളാണ് ഇന്നത്തെ മലബാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മലബാർ എന്നതിൽ നിന്നും കോഴിക്കോടേക്ക് എത്തുന്നത്? ശരിക്കും ഈ കോഴിക്കോട് എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാലഘട്ടത്തിൽ കോഴിക്കോടും സമീപ പ്രദേശങ്ങളൊക്കെ പോർലാത്തിരി രാജാവാണ് ഭരിച്ചിരുന്നത്. നമുക്ക് വേണമെങ്കിൽ പോള നാടിൻ്റെ കീഴിലായിരുന്നു കോഴിക്കോടിൻ്റെ ഭരണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നെടിയിരുപ്പിലെ ഏറാണികൾ സമുദ്ര വാണിജ്യം നേരിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് പോർലാത്തിരി യുദ്ധത്തിൽ പോർലാത്തിരി രാജാവിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പോള നാട്ടിൽ വേളാപുരം എന്ന സ്ഥലത്ത് ഒരു കോട്ടയും മാളികയും കിട്ടുന്നുണ്ട്. അവരുടെ ആസ്ഥാനം നെടിയിരുപ്പിൽ നിന്ന് കോയിൽക്കോട്ടയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് ഇവിടുത്തെ രാജാക്കന്മാർ പൊതുവെ അറിയപ്പെടുന്നത് സാമൂതിരി മുല്ലപ്പാട് എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു സാമൂതിരി മുല്ലപ്പാട് എന്നുള്ളത് സാമൂതിരി എന്ന് ചുരുക്കപ്പെടുകയാണ്. നമുക്കറിയാം, കോട്ടയാൽ ചുറ്റപ്പെട്ട ആ ഒരു കോയിൽ എന്നുള്ളത് പിന്നീട് കോയിൽക്കോട്ട എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു കോയിൽക്കോട്ടയാണ് പിന്നീട് കോഴിക്കോടായി മാറുന്നത് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അതൊരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. പിന്നെ വേറൊരു വിഷയം പറയുകയാണെങ്കിൽ, നമുക്കറിയാം, ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ് കോഴിക്കോട് ജില്ല. കാരണം നമുക്കറിയാം, 2 പേരുകൾ ഒരേ സമയം കോഴിക്കോട് ജില്ലക്കുണ്ട്. ചില ആളുകൾ കോഴിക്കോട് എന്ന് പറയും, ചില ആളുകൾ കാലിക്കറ്റ് എന്ന് പറയും. ഈ കാലിക്കറ്റിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, അറബികൾ പൊതുവെ ഈ നാടിനെ കാലിക്കൂത്ത് എന്നാണ് വിളിക്കുന്നത്. ചൈനക്കാർ വിഷയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ഫോറിനായിട്ടുള്ള ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ട്. ചൈന വരുന്നുണ്ട്, അതുപോലെ തന്നെ അറബികൾ വരുന്നുണ്ട്, ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അന്നത്തെ സുവർണ്ണമെടുക്കുന്ന നാട് എന്ന് പറയുന്നത് പോലെ അന്നത്തെ വളരെ മൂല്യമുള്ളൊരു നാടാണ് അന്നത്തെ ആ ഒരു മലബാർ എന്നുള്ളത്. അപ്പോൾ ചൈനക്കാർ കാലിഫോ എന്ന് പറയുന്നുണ്ട്, യൂറോപ്പിലാണ് കാലിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഒരു എങ്ങനെയാണ് കാലിക്കറ്റ് എന്നുള്ളത്, കാലിക്കൂത്ത് എന്നുള്ളത്, പിന്നെ കാലിഫോ എന്നുള്ളത്, അപ്പോൾ ഇതെങ്ങനെയാണ് ലാസ്റ്റ് ഈ കാലിക്കറ്റായി മാറുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, കാലിക്കറ്റ് എന്നുള്ളത് കോഴിക്കോട്ടെ പ്രസിദ്ധമായ കാലിക്കോ പരുത്തി തുണിയെ അറബികൾ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ കാലിക്കോ എന്നുള്ളൊരു പരുത്തി തുണി ഉണ്ടായിരുന്നു. അതിനെ അറബികൾ കാലിക്കറ്റ്, അതായത് ഈ കാലിക്കോ എന്നുള്ള തുണി ലഭിക്കുന്ന സ്ഥലം എന്നുള്ള നിലക്ക് കാലിക്കത്ത് എന്നുള്ളതാക്കി. അപ്പോൾ കാലിക്കത്ത് എന്നുള്ളത് പിന്നീട് യൂറോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കാലിക്കറ്റ് എന്നാക്കി മാറ്റുന്നുണ്ട്. വളരെ രസകരമായ ഒരു ചരിത്രമാണ് ഇത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഇതില്ലെങ്കിലും നമ്മൾ നമ്മൾ റിസർച്ച് നടത്തിയ സമയത്ത് ഇങ്ങനെ ഒരു ചരിത്രം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലബാറിൻ്റെ തലസ്ഥാനമാണ് കാലിക്കറ്റ് എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ടൗണാണ് കോഴിക്കോട് എന്നുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാർ ജില്ലയുടെ തലസ്ഥാനമായിരുന്നു കാലിക്കറ്റ് എന്നുള്ളത്. നമുക്കറിയാം, കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ നാമം വരാനുള്ള 3ാമതൊരു അഭിപ്രായം പറയുന്നുണ്ട്. കോഴിക്കോട് എന്ന നാമത്തിൻ്റെ ഉദ്ഭവത്തിൽ പാലക്കാട് പല 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 അഭിപ്രായങ്ങളുണ്ട്. പാലക്കാടിലേക്ക് നമുക്ക് വരാം. അതിനുമുമ്പ് പല അഭിപ്രായങ്ങളുമുണ്ട്.
അപ്പോൾ നമ്മൾ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ അഭിപ്രായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കോ എന്നാൽ കോട്ട എന്നും അഴി എന്നാൽ അഴിമുഖം എന്നും കോടി എന്ന് പറഞ്ഞാൽ നാടി എന്നുള്ളതും. അപ്പോൾ കോട്ടയും അഴിമുഖവും നാടും കൂടി ചേർന്നുമ്പോൾ കോഴിക്കോട് എന്നായി മാറുന്നു എന്ന് മൂന്നാമതൊരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല സ്ഥാപിതമാകുന്നത്, നിലവിൽ വരുന്നത്. നമുക്കറിയാം വടകര, കൊയിലാണ്ടി, അതേപോലെ തന്നെ താമരശ്ശേരി, അതേപോലെ തന്നെ കോഴിക്കോട് എന്നീ 4-5 താലൂക്കുകളാണ് വരുന്നത്. 2009 ജനുവരിയിൽ വിശപ്പ് രഹിത കോഴിക്കോട് എന്നുള്ളൊരു പ്രൊജക്റ്റ് ആരംഭിക്കുകയും പിന്നീട് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ടൗണായിട്ട് കോഴിക്കോട് മാറുന്നുണ്ട്. മാത്രമല്ല 2023 നവംബർ 1 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോടിനാണ് ലഭിക്കുന്നത്. അത് ഒരു ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരവും കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വിഷയം പറഞ്ഞിരുന്നു, നെടിയുരുപ്പിലെ ഏറാടികൾ എന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പൊതുവെ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഈ നെടിയുരുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നെടിയുരുപ്പ് എന്ന് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലെ ആണ് ഈ നെടിയുരുപ്പിൻ്റെ ആസ്ഥാനം എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു രാജാക്കന്മാരുണ്ടായിരുന്നു ആ ഒരു കാലത്ത്. അവർ പിന്നീട് കോഴിക്കോടേക്ക് വരുന്നതാണ്, പിന്നെ അവിടെ പിടിച്ചെടുക്കുന്നതാണ്. പോളാർ തിരുരാജാവിനെ അവിടെ നിന്ന് സ്ഥാനം വഹിപ്പിക്കുന്നതാണ്. അത് ചരിത്രം ഒരുപാട് വേറെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ വലിയ നഗരമാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും വ്യവസായപരമായിട്ടും തുടങ്ങി എല്ലാ മേഖലയിലും, നമ്മുടെ സകല നിഖില മേഖലയിലും വളരെ ഉയർച്ച മികച്ചും നിൽക്കുന്നൊരു സ്ഥലമാണ് കോഴിക്കോട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അടുത്തതായി പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12-ാം നൂറ്റാണ്ടിലെ പേർഷ്യയും അറേബ്യയും കൂടി ചേർന്ന് ഗണ്യമായ വ്യാപാരം നടത്തിയിരുന്ന ഒരു രാജ്യം ഭരിച്ചിരുന്ന കോളാട്ടിരി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു കണ്ണൂർ എന്നുള്ളത്. കണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വലുപ്പത്തിൻ്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ 5-ാം സ്ഥാനത്താണ് കണ്ണൂർ എന്നുള്ളത്. മാത്രമല്ല നമുക്കറിയാം വിമാനത്താവളത്തിൽ കേരളത്തിൽ അവസാനമായിട്ട് 4ാമത്തെ വിമാനത്താവളം വന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിന് കണ്ണന്നൂര്, അതേപോലെ തന്നെ കേനന്നൂര്, ഒരുപാട് എന്നീ പേരുകളിലൊക്കെ കണ്ണൂർ ശരിക്കും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തിറകളുടെയും അതേപോലെ തന്നെ തറികളുടെയും നാട് എന്നാണ് കണ്ണൂരിന് പറയപ്പെടുന്നത്. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു പേര്, ആ ഒരു നാമ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം പറയുകയാണെങ്കിൽ കാനാമ്പുഴ ഒഴുകിയിരുന്ന കാനത്തൂർ ഗ്രാമമാണ് കണ്ണൂരിൽ ഉൾക്കൊള്ളുന്നത്. അതായത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ണൂർ ജില്ലയിലെ കാനത്തൂർ ഗ്രാമത്തിലൂടെയാണ് കാനാമ്പുഴ ഒഴുകിയിരുന്നത്. അപ്പോൾ ഈ ഒരു കാനാമ്പുഴ ഒഴുകുന്ന കാനത്തൂർ ഗ്രാമം ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, കാനത്തൂർ ഗ്രാമം എന്നുള്ള ഒരു ഗ്രാമമാണ് പിന്നീട് കണ്ണൂർ എന്നുള്ള പേരിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു ഒപ്പീനിയനാണ്, ഒരു അഭിപ്രായമാണ്. അങ്ങനെ രണ്ടാമത്തെ വിഷയം നോക്കുകയാണെങ്കിൽ ഒരു ഐതിഹ്യമാണ് കേട്ടോ. കണ്ണൻ്റെ ഊര് എന്നുള്ളത് പിന്നീട് കണ്ണൂരായി മാറുക എന്നുള്ളതാണ്. അതൊരു ചില ആളുകളുടെ വിശ്വാസത്തിന് പുറത്ത് ഓല് പറയുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു അഭിപ്രായം എന്നുള്ളത് ക്രിസ്തുവിന് ശേഷം ജീവിച്ചിരുന്ന ടോളമി ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്, പരാമർശിക്കവേ കനോറ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കനോറ എന്നുള്ളത് പിന്നീട് 14-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കനോറ എന്നുള്ളത് പിന്നീട് കാനന്നൂർ എന്നാക്കി അവർ മാറ്റുന്നുണ്ട്. ആ വിസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കനോറ എന്നുള്ളത് കാനന്നൂരാക്കി മാറ്റുന്നുണ്ട്. ആ കാനന്നൂരാണ് പിന്നീട് കണ്ണൂരായി മാറിയത് എന്നുള്ള ഒരു ചരിത്രം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 2.5 മില്യൺ ആളുകളാണ് കണ്ണൂരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂരിൻ്റെ ഒരു ജനസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ 2.5 ദശലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണൂരിൽ നിന്ന് വസിക്കുന്നുണ്ട്. കണ്ണൂർ മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളൊക്കെ കണ്ണൂരിനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും. അടുത്ത നമ്മുടെ വിഷയം എന്നുള്ളത് നമുക്കറിയാം, കേരളത്തിൽ എല്ലാ ആളുകളും യാത്രകൾ പോകുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് പ്രകൃതിപരമായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ കേരളത്തിൽ പ്രകൃതിപരമായി നോക്കുകയാണെങ്കിൽ ഒരു മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് അല്ലെങ്കിൽ വയൽനാട്. വയനാടിന് ശരിക്കും വയനാട് എന്നുള്ള പേര് വന്നത് വയൽനാട് എന്നതാണെന്നുള്ള ചരിത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മലബാർ ജില്ലയിലെ ഒരു താലൂക്കായിരുന്നു വയനാട് എന്നുള്ളത്. ഒരു ജില്ല എന്നുള്ളത് ഉപരി ആയിട്ട്
വെറും ഒരു താലൂക്ക് മാത്രമായിരുന്നു വയനാട് എന്നുള്ളത്. പിന്നീട് നമുക്കറിയാം അതിൻ്റെ ചരിത്രപരമായിട്ട് നോക്കിയിട്ട് അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി നോക്കിയിട്ട് വയനാട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, വയനാട് ഒരു ജില്ലയാക്കി മാറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ അവകാശവാദം ഉന്നയിച്ച് വരുന്നുണ്ട് വയനാട് ജില്ലയിലെ ആളുകൾ. മാത്രമല്ല അവിടെ വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർണാടകയുടെ ഭാഗമുണ്ട്, അതേപോലെ തന്നെ മറ്റ് ജില്ലകളൊക്കെ എന്ത് ചെയ്യുന്നത് പങ്കിടുന്നൊരു ഭാഗമാണ്. അപ്പോൾ വയനാട്ടിൽ നിന്ന് കർണാടക ബോർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വയനാട് എന്ന് പറയുമ്പോൾ വളരെ ആളുകൾ എന്താണ് നല്ല മെച്ചപ്പെട്ട അതേപോലെ തന്നെ പ്രകൃതി തത്വമുള്ള ഒരുപാട് ഉയർച്ചകളൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ ഈ ഒരു നാടിന് ജില്ലയാക്കൾ വളരെ അനിവാര്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആളുകൾ അവകാശവാദം ഉന്നയിക്കുന്ന സമയത്ത് അവിടെ ഒരു സെൻസസ് എടുക്കുന്നുണ്ട്. അതായത് ഭാഷാ സെൻസസ് ആണ് അതിൽ മുൻപന്തി അവിടെ അതിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ ഏകദേശം നോക്കുകയാണെങ്കിൽ 87.5% ആളുകളും അവിടെ മലയാളമാണ് സംസാരിക്കുന്നത്. സെൻസസിലൂടെ നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ വെറും 6.2% ആളുകൾ മാത്രമാണ് മറ്റു ഭാഷകൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏകദേശം 3/4 ആളുകൾ മലയാളം സംസാരിക്കുന്ന ഈ ഒരു താലൂക്കിനെ എന്തുകൊണ്ട് ജില്ലയാക്കിക്കൂടാന്ന് ചർച്ചകൾ വരുന്നുണ്ട് പിന്നീട്. അങ്ങനെയാണ് പിന്നീട് ജില്ലയാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അവർ നീങ്ങുന്നത്. നമുക്കറിയാം ഏകദേശം 1957 ജനുവരി 1 എന്ത് മലബാർ ജില്ലയിലെ മലബാർ എന്ന പ്രദേശത്തുള്ള കണ്ണൂർ അതേപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം എന്നീ സ്ഥലങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബാക്കി 3 ജില്ലകളും വന്ന് വയനാട് മാത്രമേ വരാത്തത് എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നീട് 1967 അതേപോലെ തന്നെ 1967 ജൂൺ 16 വയനാട് ഒരു ജില്ലയായിട്ട് മാറുന്നത്. അപ്പോൾ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് വയനാട് എന്നുള്ളത് തെക്കൻ വയനാട് അതേപോലെ തന്നെ വടക്കൻ വയനാട് എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടായിരുന്നുള്ളത്. അവർ അവകാശവാദം ഉന്നയിച്ച ഉടനെ തെക്കൻ വയനാട് വടക്കൻ വയനാട് എന്നുള്ള രീതിയിലാണുള്ളത്. പിന്നീട് ഇത് ജില്ലയായി 1969 ജൂൺ 16 ജില്ലയായതിനു ശേഷം ഈ ഒരു തെക്കൻ വയനാട് വടക്കൻ വയനാട് എന്നുള്ളത് ഇന്നത്തെ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്ന 2 ഭാഗങ്ങളും അതേപോലെ തന്നെ കൽപ്പറ്റ എന്നുള്ള ഒരു പ്രദേശം വൈത്തിരി ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്ര പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എന്നുള്ളത് പാലക്കാട് ജില്ലയിലേക്കാണ്. നമുക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല പാലക്കാടായിരുന്നു. പക്ഷെ നിലവിൽ പാലക്കാട് മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം എന്നുള്ളത് പാലക്കാടാണ്. പാലക്കാടിൽ പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട് എന്നുള്ളത്. നമുക്കറിയാം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് എന്നുള്ളത് ശരിക്കും പാലക്കാട്ടുശ്ശേരി എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് എന്നുള്ളത് പാലക്കാടിൻ്റെ ആ ഒരു നാമചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പാല എന്ന തനത് വൃക്ഷത്തിൽ നിന്നാണ് ഒരു പാലക്കാട് എന്നുള്ള പേര് വരുന്നത് എന്നുള്ള ചരിത്രം പറയുന്നുണ്ട്. ഒരു കാലത്ത് ആ പ്രദേശം നിബിഡമായിരുന്ന ഒരു തദ്ദേശീയ വൃക്ഷത്തിൽ നിന്നാണ് പാലമരങ്ങളുടെ വനം എന്നതാണ് പിന്നീട് പാലക്കാടായി മാറുന്നത്. അതായത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. അതായത് പാല എന്ന ഒരു മരത്തിൻ്റെ നാമത്തിൽ നിന്നുമാണ് പിന്നീട് പാലക്കാടായി മാറുന്നത്. അതായത് പാലക്കാട് എന്നുള്ള ജില്ലയിൽ ഒരുപാട് പാലവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ആ വൃക്ഷങ്ങൾ ഒരുപാട് അധികരിച്ച് വന്നതോടുകൂടി പാലവൃക്ഷങ്ങളുടെ നാട് പിന്നീട് അത് പാലക്കാട് എന്നായി മാറിയിട്ടുണ്ട്. അതായത് പാലവൃക്ഷങ്ങൾ ഒരുപാടുള്ള കാടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് വനമാണ്. പാലവൃക്ഷങ്ങളുടെ വനമാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് പാലക്കാടായി മാറുന്നത്. അപ്പോൾ അടുത്തത് ഇതിലൊരു ഇതിലും ഓരോ ജില്ലയിലും അതിൻ്റേതായ ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊരു ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലി എന്ന ഒരു ജൈന ക്ഷേത്രമുണ്ട് പാലക്കാട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തെ ബന്ധിപ്പിച്ചിട്ടാണ് പിന്നീട് പാലി എന്നുള്ളത് പാലക്കാടായി മാറിയത് എന്നും പാലക്കാട്ടുകാരായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ചിലർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതാണ് നമുക്കറിയാം കേരളത്തിലെ ഏവരും ഇഷ്ടപ്പെടുന്ന, അതായത് കേരളക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ്. ഒരുപാട് ആളുകൾ അവിടെ വസിക്കുന്നുണ്ട് മലപ്പുറത്ത് എന്നുള്ളത്. ഈ മുസ്ലിങ്ങളും കൂടുതലുള്ള ജില്ല എന്നുള്ളത് മുസ്ലിംസും കൂടുതലുണ്ടാവുക മലപ്പുറത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മാത്രമല്ല 80% ആളുകളും ഗൾഫ് ആശ്രയിച്ചാണ് മലപ്പുറത്ത് ജീവിക്കുന്നത്. പിന്നെ മലപ്പുറം ജില്ല രൂപീകൃതമായത് കോഴിക്കോടാകുന്ന ഏകദേശം ഒരു ആസ്പാസ് ആ ടൈമിൽ തന്നെയാണ്. പിന്നെ നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ ആ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ
സാമൂതിരിയുടെ നെടിയിരുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്. അതേപോലെ തന്നെ കൊച്ചി രാജാവിൻ്റെ പെരുമ്പടവം, അതേപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ മലപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്. മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കുന്നുകളും മലകളൊക്കെ നിറഞ്ഞ പ്രദേശം. നമുക്കറിയാം കോട്ടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ മലപ്പുറത്തുണ്ട്. അപ്പോൾ ഒരുപാട് കുന്നുകളും മലകളും നിറഞ്ഞ ഈ ഒരു നാട്, അതാണ് മല എന്നുള്ളത്. അതുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. മല എന്ന് പറഞ്ഞാൽ ഒരുപാട് കുന്നുകളും എന്താ പറയുക മലകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ്. അപ്പോൾ പുറം എന്നുള്ളത് നാട് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു മലകളും കുന്നുകളും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് പിന്നീട് മലപ്പുറമായി മാറുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ മലബാർ ഏരിയയിലെ ഏകദേശം 4-5 ഇന്നത്തെ ജില്ലകളാണ് നമ്മളിവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഏറനാടിനെ കുറിച്ചാണ്. വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.